ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലിന് പറയാൻ പറ്റില്ല, ക്രിസ്മസിന്റെയും കൂടി ആയിട്ടാണ്. കാരണം ഓവർ ആയിട്ടല്ല, പക്ഷെ നമുക്ക് അല്ലാതെ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടോപ്പ് ദുപ്പട്ടയായിട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിലേക്കിലോട്ട് അടിപൊളിയായിട്ട് നല്ല സീക്വൻസ് ഉള്ള ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു നെക്ക് പാറ്റേണിലോട്ട് കൊടുത്തിട്ട് എന്താ പറയുക, ഒരു ദുപ്പട്ടയും കൂടെ സിമ്പിൾ ആയിട്ട്, കാരണം റെഡിലോട്ട് ആവുമ്പോൾ റെഡിന്റെ തന്നെ ലേസ് വെക്കുമ്പോൾ അത്രയും ഒരു മാച്ച് എന്താ പറയുക അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ റെഡിലോട്ട് ലേസ് ഒന്നും അറ്റാച്ച് ചെയ്യാണ്ടിരുന്നത്. നല്ല ഭംഗിയാട്ടോ. നമ്മൾ ഇതേപോലെ ചെറിയൊരു പൈപ്പിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ നെക്ക് പോർഷനിലോട്ട് ചെറിയൊരു വി കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഗ്യാദേഴ്സ് ഫ്രണ്ടിൽ കൊടുത്തിട്ട് ഇത് ഏറ്റവും ഇതായി നമ്മൾ പറയണ ഓവർ റെഡ് അല്ല, ഇത് ചില്ലി റെഡ് എന്ന് പറയാൻ പറ്റില്ല. ഒരു റെഡിഷ് മെറൂണും എന്ന കുറച്ച് നല്ലൊരു റെഡാണ്. നമ്മൾ ഓവറായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു റെഡ് ചെയ്യൂല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, നല്ല അടിപൊളിയാണ്. നമുക്ക് ക്രിസ്മസിനും ഉപയോഗിക്കാം, അല്ലാതെ നല്ല ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം, അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇതിന്റെ നെക്കിന്റെ ക്ലോസ് ആയിട്ടുള്ള വ്യൂ കാണിച്ചു തരാം. ഇതാ നെക്ക് ഇതേപോലെയാണ് വരുന്നത്. ചെറിയൊരു ബോട്ട് നെക്ക് വെച്ചിട്ട് നല്ല ഫുള്ളി സീക്വൻസ്, നല്ലൊരു സ്റ്റാൻഡേർഡ് വർക്കാണ് അത് ചെയ്തേക്കുന്നത്. സീക്വൻസും ചെറിയൊരു ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കൊടുത്തേക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള റെഡ്. പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ എയർലൈൻസിന്റെ താഴെ ഒരു എന്താ പറയുക, ഒരു ലോക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പാറ്റേൺ ചെയ്യാറ്. ഇത് നമ്മൾ കുറച്ച് വീതിയിൽ ഇതുപോലെ കുറച്ച് നല്ല ഭംഗിയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബോർഡർ പോലെ റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അനാർക്കലി, ഒരു നമ്മളെപ്പോഴും അനാർക്കലി ഫ്ലെയർ ഉള്ള കുർത്തി ഇടുന്ന ഒരു ലുക്ക് ഇങ്ങനെ താഴെ കൊടുക്കുമ്പോൾ വരുന്നുണ്ട്. ശരിക്കും കുറച്ച് ഫ്ലെയർ കൂടുതൽ തോന്നുന്ന മാതിരി ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് കൊടുത്തു നോക്കിയത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ വേറൊരു പിങ്കിൽ ചെയ്തായിരുന്നു കേട്ടോ, ലേസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ മിഡിൽ പോർഷനിൽ വേണമെങ്കിൽ ലേസ് ഒക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഇത് അത്യാവശ്യം നല്ല ഫ്ലെയർ തോന്നിക്കും ഇങ്ങനെ കൊടുക്കുമ്പോൾ മറ്റേ കട്ടിങ്ങിനെക്കാട്ടിൽ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പം ഇതുപോലെ നെക്ക് പാറ്റേൺ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾ ഇതിന്റെ നെക്കിലോട്ട് ഈ ഒരു ചെറിയൊരു പൈപ്പിംഗ് പോലെ നമ്മൾ ആ ഒരു ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ, കണ്ടോ, റെഡ് കളർ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എപ്പോഴും റെഡ് ഒക്കെ കിട്ടുമ്പോഴും അല്ലെങ്കിൽ എല്ലാ കളേഴ്സ് കിട്ടുമ്പോഴും പിന്നെ കിട്ടുന്ന ചിലപ്പോൾ കളറിൽ ചിലപ്പോൾ വേരിയേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയണത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് ഈ റെഡ്. അപ്പൊ നിങ്ങൾക്ക് ടോപ്പ് ബോട്ടം ദുപ്പട്ട വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്കിപ്പം ഇങ്ങനെ വെയർ ചെയ്യുമ്പോൾ തന്നെ ഒരു പലാസോ പോലത്തെ ബോട്ടം ഇതിനൊപ്പം നിൽക്കേണ്ടതായിരിക്കും ഭംഗി. അതല്ല ആംഗിൾ ലെങ്ത് പെൻസിൽ ബോട്ടൊക്കെ വെയർ ചെയ്യുമ്പോൾ ശരിക്കും ഒരു അനാർക്കലി സെറ്റ് പോലെ തന്നെ തോന്നും. കാരണം എനിക്കെന്തോ ഇത് വെയർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പാറ്റേൺ ആണെങ്കിലും താഴെ ഈ ഫ്ലെയർ ഇത് ബോർഡർ കൊടുത്തപ്പോൾ നല്ലൊരു ഫ്ലെയറും നല്ലൊരു ലോങ് ഒരു കുർത്തിയുടെ ലുക്ക് വന്നു. അതുകൊണ്ടാണ് ഞാൻ പറയണേ. അപ്പോൾ സെയിം ടോൺ തന്നെ ദുപ്പട്ട വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാവുന്നതാണ്. ഇനി ദുപ്പട്ട ഇല്ലാതെ ആണെങ്കിലും സിമ്പിൾ ടോപ്പ് ആയിട്ട് വേണമെങ്കിലും ഇതേപോലെ ചെയ്യാം. കണ്ടോ, സിമ്പിൾ ഒരു ടോപ്പ് മാത്രം മതിയെങ്കിൽ അങ്ങനെ ടോപ്പ് ബോട്ടം പലാസോ ഇതിനൊപ്പം തന്നെ നിൽക്കുന്ന പലാസോയോ പെൻസിൽ ബോട്ടോ എങ്ങനെ വേണമെങ്കിലും അതും പെയർ ചെയ്യാം. അപ്പം അങ്ങനെ 3 പീസ് സെറ്റ് ആയിട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പം നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഒരു 10 to 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട്